യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. വലിയ പ്രത്യാശയുടെയും വലിയ അനുഗ്രഹത്തിൻ്റെയും വചനങ്ങളാണ് പ്രവാചകനിലൂടെ കർത്താവ് ഇന്ന് നമ്മോട് അരുൾ ചെയ്യുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ തകർച്ചകളും വേദനകളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുകയില്ല എന്നല്ല ദൈവം നമ്മോട് പറയുക. മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ തകർച്ചകളും വേദനകളും പരാജയങ്ങളും ഉണ്ടായാലും അവർ വീണ്ടും ശക്തി പ്രാപിക്കുകയും കഴുകനെ പോലെ പൂർവാധികം ശക്തിയോടെ ചിറകടിച്ച് ഉയരുകയും ചെയ്യും എന്ന് കർത്താവ് ഉറപ്പു നൽകുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് കീഴെ നിൽക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കുറവുകൾ പോലും വലിയ നിറവുകളായി രൂപാന്തരപ്പെടുകയാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 12-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ദൈവം വിശുദ്ധ പൗലോസിന് നൽകുന്ന ഒരു ഉറപ്പാണത്. നിന്റെ ജീവിതത്തിൽ നിന്റെ ബലഹീനതയിൽ ദൈവം നിനക്ക് എന്നും ശക്തിയായിരിക്കുമെന്നും ആ ബലഹീനതയിലാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കരങ്ങൾ വെളിപ്പെടുന്നതെന്നും വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് ദൈവം ഉറപ്പു നൽകുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മിൽ തന്നെ ആശ്രയിക്കാതെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.